പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. സ്വന്തം കോൺവോയ് 50% ആയിട്ട് കുറയ്ക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഐ റിയലി അപ്രീഷിയേറ്റ് ഹിം. ബട്ട് എനിക്ക് കുറച്ച് സജഷൻസ് ഉണ്ട്. നമ്മളെ MPസും MLAസും കാർ പൂളിങ്ങിനെ കുറിച്ചുള്ള കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് 3-4 MPസിന് ഒറ്റ കാറിൽ പൂൾ ചെയ്ത് പോകാത്തേ ഉള്ളൂ. അവരോട് ഞാൻ ലോക്കൽ ബസ്സിലോ മെട്രോസിലോ പോകാൻ പറയില്ല, കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൂടാതെ ഈ കാർ പൂളിംഗ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് EV വെഹിക്കിൾസ് യൂസ് ചെയ്യാം. ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്, നമ്മളെ പ്രൈം മിനിസ്റ്റർ ഇപ്പം 15 to 17 മേയിൽ ഒരിടത്ത് വിസിറ്റ് ചെയ്യാൻ പോണേ. ഇവിടെ UAE, നെതർലാൻഡ്സ് ആൻഡ് സ്വീഡൻ. ഇതെന്തായാലും നടന്നല്ല പോണേ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഈ ഫ്ലൈറ്റിൽ നിങ്ങൾ പോകുന്നതിൽ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ യൂസ് ചെയ്യും. അത് വളരെയധികം കോസ്റ്റ്ലി ആണ്. അഗൈൻ ഫോർ വിച്ച് യു പേ ഇൻ ഡോളേഴ്സ്. ഈ ചെലവ് ഒഴിവാക്കാനും സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് ചെയ്താൽ പോരെ. പിന്നെ നമ്മളെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ജി പറഞ്ഞ ഒരു കാര്യമുണ്ട്, വർക്ക് ഫ്രം ഹോമിനെ കുറിച്ച്. മോദിജി അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കൂല. കമ്പനി തീരുമാനിക്കണം വർക്ക് ഫ്രം ഹോം തരണോ വേണ്ടി എന്ന്. ഇനി നിങ്ങൾക്ക് അത്രയ്ക്കും ഡെഡിക്കേഷൻ ഉണ്ട് വർക്ക് ഫ്രം ഹോം കൊടുക്കണം എന്ന്, എന്നാൽ ഈ കമ്പനിക്ക് വേണ്ടി ഒരു ലോ പാസ് ചെയ്യുക. അതിൽ ഇത് സ്പെസിഫിക് ഉണ്ടായിരിക്കണം, ഒരു മാസത്തിൽ ഇത്രയും ദിവസം വർക്ക് ഫ്രം ഹോം ചെയ്തേ പറ്റൂ. അങ്ങനെയൊക്കെ നിങ്ങൾ പാസ് ചെയ്യും. പിന്നെ നമ്മളെ റെസ്പെക്ടഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വാർ തുടങ്ങിയിട്ട് 2-3 മാസമായി. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് നമ്മളെ എക്കണോമിക് അഡ്വൈസേഴ്സും ഇവർക്കെല്ലാം അറിയാന്നുള്ള കാര്യമാണ്. അപ്പൊ ഇത്ര കാലം ഡിലേ ചെയ്യേണ്ട കാര്യം എന്താണ് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിന് വേണ്ടി? ഉത്തരം നമുക്കറിയാം, എന്നാലും ചോദിക്കുന്നു. ഈ 2 മാസത്തിനിടയ്ക്ക് ഇലക്ഷന്റെ പേരും പറഞ്ഞ് എത്ര ഫ്യൂവൽ കത്തിച്ചു കളഞ്ഞ്. എന്തായാലും ആ എല്ലാ വണ്ടി EV ആയിരിക്കില്ലല്ലോ. ഇപ്പോഴെങ്കിലും ബോധോദയം ഉണ്ടായല്ലോ, വളരെ സന്തോഷം. ഏതൊരു അവസ്ഥ വന്നാലും മിഡിൽ ക്ലാസും പാവപ്പെട്ടവരും പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് എടുത്തോളാം. ലീഡർഷിപ്പിന്റെ കഴിവില്ലായ്മ പണിഷ്മെന്റ് കിട്ടുന്നത് ജനങ്ങൾക്കാണ് എപ്പോഴും. താങ്ക് യു ഫോർ എവറിത്തിങ്. ജയ് ഹിന്ദ്.